മാഷാ അല്ലാ. വാ മോനെ. മോളെ, നീ വരണം. ഓൻ്റെ മണവാട്ടിയായിട്ട് നിന്നെ അവിടെ എല്ലാരും കാത്തിരിക്കുക. ബാബുച്ചി പോട്ടെ. മോനെ, കർത്താവ് നിങ്ങളിൽ കൃപ ചൊരിയും. വാ. അന്ന അന്ന പള്ളി പോവാത്ത ആദ്യത്തെ ക്രിസ്മസ് അത്. എനിക്ക് സങ്കടമുണ്ടോ? എന്തിനു സങ്കടപ്പെടണം? എൻ്റെ ക്രൈസ്റ്റ് എൻ്റെ അടുത്തില്ലേ? നബിക്ക് ആയിഷയോട് തോന്നിയത് എന്തോ അതാണ് എനിക്ക് നിന്നോട് തോന്നുന്നത്. പിന്നെന്താ തോന്നുന്നത്? പിന്നെ പഴയ പോലെ പള്ളിമുറ്റത്ത് പ്രവാചകവചനങ്ങൾ പാടി നടക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് സോളമന്റെ സങ്കീർത്തനം. അപ്പോ ഇപ്പൊ നിന്റെ മനസ്സിൽ ഞാനില്ലേ? പിന്നല്ലാതെ. സത്യം സത്യം. സത്യസന്ധമായ ഉത്തരം നൽകും, ചുംബനം നൽകുന്ന പോലെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ഇണയോട് സല്ലപിക്കുമ്പോൾ അള്ളാഹുവിനെ പോലെ ഓർക്കണ്ടെന്ന് ഖുർആനിലും പറഞ്ഞിട്ടുണ്ട്.
ഇന്നലെ കണ്ട മധുരസ്വപ്നത്തിന്റെ ആലസ്യത്തിൽ നിന്ന് എല്ലാവരും ഉണർന്നോളൂ. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്. പ്രണയസല്ലാപവുമായി നിങ്ങളോടൊപ്പം ലക്ഷ്മിയും റിയാസും. പ്രണയത്തിന്റെ പുഴയിൽ നീന്തി കളിക്കാത്തതായി ആരെങ്കിലും ലക്ഷ്മി തകർക്കാണല്ലോ. മഹാസാഗരം സ്വപ്നം കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? എടി മുടിയൊക്കെ നരച്ചേട്ടോ, പഴയ ഗ്ലാമർ. കിച്ചണിലിരുന്നാണോ ഇതൊക്കെ ചെയ്യണേ മാട്ടി? എടി മുടി നരച്ചടി. ഞാൻ ഈ പച്ചക്കറിയൊക്കെ നന്നാക്കണ കണ്ടില്ല, അതിനകത്ത് ഈ മുടിയൊക്കെ വീണാലോ. നിനക്കെന്താ എത്ര അറപ്പ്? എന്നാ ഞാൻ നിർത്തി വേണ്ട. നീ പറഞ്ഞ അതിന്റെ അപ്പുറമില്ല, പക്ഷെ നിനക്ക് ചെറുതായിട്ട് വീഴ്ച വരുന്നുണ്ടോ എനിക്കൊരു സംശയമുണ്ട് കേട്ടാ. ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഞാൻ കത്തിത്തരാം. പ്രണയസല്ലാപത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രണയത്തിന്റെ ഇരുണ്ട മറുപുറത്തെക്കുറിച്ചാണ്. മതം പ്രണയങ്ങളിൽ പിടിമുറുക്കിയ ഒരു കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: മിശ്രവിവാഹിതരായ പ്രണയിനികൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു, അവർക്ക് ഏതു മതത്തോടായിരിക്കും പ്രണയം? സ്വന്തം മതത്തോടോ അതോ അവരുടെ ഇണയുടെ മതത്തോടോ? ഓക്കെ, അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മധുരമായ ഒരു പ്രണയഗാനം ആസ്വദിക്കാം. This is 104.8 Club FM. Done.